ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 കപ്പ് പുട്ടുപൊടി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വറുത്ത റാഗിപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് പുട്ടുണ്ടാക്കാം. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ അരിപ്പൊടിയും റാഗിപ്പൊടിയും മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഈ റാഗിപ്പൊടിയും അരിപ്പൊടിയും നനച്ചെടുക്കുക. വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേന് മാവ് നല്ല മയത്തിന് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ തന്നെ നല്ലൊരു മയമുണ്ട്. വെള്ളം വീത്തി നനച്ചതാണ്. ഇനി ഇതൊരു 10 മിനിറ്റത്തേക്ക് നമുക്ക് ഒരല്പം കൂടെ വെള്ളം തളിച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് 10 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കിയിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മാവെടുത്തൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാം. കണ്ടോ, നല്ല മയമായിട്ടുണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പൊടിക്കുമ്പോൾ നല്ല പൊടിഞ്ഞ് വരണ പരുവത്തിന് വേണം പുട്ടിന് മാവ് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. തീരെ അങ്ങ് വെള്ളമായി പോകരുത്, തീരെ അങ്ങ് വെള്ളം ആവാതെ ഇരിക്കരുത്. കണ്ടോ, ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ പുട്ടിന് മാവ് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടുകുടത്തിൽ വെള്ളം വെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് മാവ് നിറയ്ക്കാം. ആദ്യം കുറച്ച് തേങ്ങ എടുത്ത് കുറ്റിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന മാവ് കുറച്ചായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക പുട്ടുകുറ്റിക്കകത്തോട്ട്. ഇനി ഇതിലേക്ക് ഒരല്പം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ചുകൂടെ മാവ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ തേങ്ങ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ പുട്ടുകുറ്റി പുട്ടുകുടത്തിലേക്ക് വയ്ക്കാം. ഇനി ഇവിടെ ഇരുന്ന് ആവി വരട്ടെ. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം ഈ പുട്ടിന് ആവി വരാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറ്റിയിൽ നിന്ന് ഇളക്കി എടുക്കാം. നല്ല ചൂടുള്ള നല്ല മയമുള്ള പുട്ട് ആവി വറക്കുകയാണ്. നമുക്കിനി ബാക്കി നനച്ചു വെച്ചിരിക്കുന്ന മാവിൽ കൂടെ പുട്ടുണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമുക്ക് കാണിച്ചു തരാം. അപ്പം എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത്. വളരെ സ്വാദിഷ്ടമായ അരിപ്പൊടി റാഗിപ്പൊടി പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതാണ് ഇന്ന് ഞങ്ങളുടെ കാപ്പി. അപ്പോൾ അരിപ്പൊടി റാഗിപ്പൊടി പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതും പപ്പടം പൊള്ളിച്ചതുമാണ് രാവിലത്തെ കാപ്പിക്ക്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു ഗൈസ്.